മാനവകുലത്തിന്റെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ വിനോദസ്വാമിക്കുള്ള മറുപടിയുടെ ഭാഗം 4ആണിത്. സ്വാമി മനുസ്മൃതി തള്ളി എന്ന് വേണം പറയാൻ. പക്ഷേ മനുസ്മൃതിയിലും ചില നല്ല കാര്യങ്ങളുണ്ടെന്ന് സ്വാമിക്ക് പറയേണ്ടി വന്നു. കാരണം ഹിന്ദുക്കളുടെ പ്രമാണമൊന്നുമല്ല മനുസ്മൃതി എന്നാണ് സ്വാമിയും സ്വാമിയുടെ കൂട്ടരും പറയുന്നത്. പക്ഷെ എന്നാൽ സ്വാമിക്ക് ചില കാര്യങ്ങളിലൊക്കെ മനുസ്മൃതി എടുക്കേണ്ടി വരും. പക്ഷേ ഈ മനുസ്മൃതി എടുത്തതിന് ശേഷം മനുസ്മൃതിക്കകത്തൊന്നും മുഴുവനായിട്ടും സ്വാമിക്ക് വായിക്കാനും പറ്റത്തില്ല. എന്താണെന്നറിയത്തില്ല. ക്രൈസ്തവ സഹോദരങ്ങൾ ഇപ്പോൾ ഹിന്ദുയിസത്തിൻ്റെ ആണെങ്കിലും ഇസ്ലാമിൻ്റെ ആണെങ്കിലും ഏതേലും പുസ്തകത്തിൽ ഒന്ന് തൊട്ടാൽ അപ്പോൾ തന്നെ അത് തള്ളിക്കളയുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇവരുടെയൊക്കെ ഒരു പരിപാടിയാണ്. തള്ളിയാൽ പിന്നെ കൊള്ളാൻ പറ്റത്തില്ലല്ലോ. അത് കാരണം ഈ പരിപാടി ഇപ്പം മുറ പോലെ അങ്ങ് നടന്നുകൊണ്ടിരിക്കുക. എന്നെ കേട്ട സഹോദരങ്ങളോട് പറയുകയാണ്, ഇങ്ങനെ ഒരു 10 പേര് നിന്നങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളേണ്ട പുസ്തകങ്ങൾ മുഴുവൻ ഇവർ തള്ളും. ഇപ്പം മനുസ്മൃതിയിൽ നിന്ന് മാറി വേദങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുക. ആര്? നമ്മുടെ സ്വാമി. കാരണം വേദങ്ങളാണ് ഹിന്ദുക്കളുടെ പ്രമാണം എന്നാണ് പറയുന്നത്. വേദങ്ങളിലൊന്ന് തൊടാം, അപ്പോൾ എന്ത് സംഭവിക്കും നമുക്കറിയാം. ഇനി ഉപനിഷത്തുകളാണോ, അതിലും നമുക്ക് തൊടാം. അതിലൊന്നും ഒരു വലിയ കാര്യമുള്ള കാര്യമല്ലെന്നേ, ശരിയല്ലേ? പക്ഷെ ഒരു കാര്യം സ്വാമിയും സ്വാമിയുടെ കൂട്ടരും ഓർക്കണം, ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് വായിക്കാനും എഴുതാനും അല്ലെങ്കിൽ മാറുമറച്ച് പുറത്തേക്ക് ഇറങ്ങാനും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു ധൈര്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രൈസ്തവ മിഷണറിമാർ തന്ന സംഭാവനയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതുകൂടെ ഞാൻ പറയുന്നു. വരും ദിവസങ്ങളിൽ അത് നമുക്കൊന്ന് നോക്കാം. പക്ഷെ സ്വാമി പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് കേട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. ചെക്കൻ എന്തെങ്കിലും കണ്ടെത്താൻ വേണ്ടി നോക്കുമ്പോൾ മനുസ്മൃതി പണ്ടപ്പോഴോ ഉണ്ടായിരുന്ന ഒരു ഇത് കണ്ടെത്തിയത്. എന്നാൽ ആ മനുസ്മൃതി പോലും വികൃതമാക്കി കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ട് ആണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിട്ടുള്ളത്. യഥാർത്ഥത്തിലുള്ള മനുസ്മൃതിയല്ല. അതായത് ഓരോ ശ്ലോകങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്ഥലത്ത് സ്ത്രീയെ പൂജിക്കാൻ വേണ്ടി പറയുമ്പോഴാണ് മറ്റൊരു പറഞ്ഞ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു ഭാഗം. അത് നമ്മൾ എന്ത് കണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. സ്ത്രീയെ പൂജിക്കാൻ വേണ്ടി പറയുന്നു അതിൽ. എന്നാൽ വേറെ സ്ഥലത്ത് പറഞ്ഞ സ്ത്രീയെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നു. അതിനെ വ്യാഖ്യാനിച്ച് വികൃതമാക്കി എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. ഏതായാലും നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് വെച്ചാൽ 9ാമത്തെ അധ്യായം. ആ 9ാമത്തെ അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. 9ാമത്തെ അധ്യായത്തിലും 3ാം അധ്യായത്തിലും. അപ്പോൾ 9ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകം നമുക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ എന്താണെന്ന്. പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ രക്ഷന്തി സ്ഥാവിരേ പുത്ര ന സ്ത്രീ സ്വാതന്ത്രമർഹതി. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ, ഇത് നമ്മുടെ ദ്രോണാചാര്യ പബ്ലിക്കേഷൻ്റെ മനുസ്മൃതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ വേറെ 2 മനുസ്മൃതി എൻ്റെ അടുത്തുണ്ട്. ഇതിൽ മറ്റൊരു മനുസ്മൃതി ഉണ്ട്. ആ മനുസ്മൃതിയിൽ പറയുന്നത് ഈ വരികളിലേ മാറ്റമുണ്ട്. പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്രമർഹതി എന്നാണ് അതിലെ വരികൾ. നോക്കണം, ഒരേ അർത്ഥം വരുന്ന ശ്ലോകം 2 തരത്തിൽ എഴുതിയിരിക്കുന്നു. ഈ പറയുന്ന 2 മനുസ്മൃതിയിൽ 2 തരത്തിൽ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര കണ്ട് അതിനെ വികൃതമാക്കാൻ വേണ്ടി ഓരോ ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. നമുക്കിതിൻ്റെ അർത്ഥതലത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? എല്ലാവരും പറയുന്നത് പുരുഷന്മാരുടെ അടിമകളാക്കി സ്ത്രീകളെ വെക്കണം, അവർക്ക് ഒരു കാരണവശാലും സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. പുരുഷന്മാർ പിതാ രക്ഷതി കൗമാരെ എന്നാണ് പറഞ്ഞത്. പിതാ രക്ഷതി എന്ന് വെച്ചാൽ അച്ഛൻ പെൺകുട്ടികളെ കൗമാരപ്രായത്തിൽ സംരക്ഷിക്കണം. എങ്ങനെ? അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരിങ്ങോട്ടൊന്നും ആവശ്യപ്പെടാതെ എല്ലാം അറിഞ്ഞു ചെയ്യുന്നവരാണ് പിതാവ് എന്ന് സ്മൃതിയിൽ പറയുന്നുമുണ്ട്. അപ്പോൾ ആ പിതാവ് ഈ പെൺകുട്ടിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് സംരക്ഷിക്കേണ്ടവനാണ്.
അതുപോലെ ഭർത്താരക്ഷതി യൗവനെ എന്ന് പറയുമ്പോൾ യൗവനകാലത്ത് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന ഭർത്താവ് ആ ഭാര്യയ്ക്ക് എന്താണോ വേണ്ടത്, എന്താണോ സന്തോഷം, അത് അറിഞ്ഞ് പെരുമാറി അവളുടെ ഇഷ്ടാനങ്ങൾ നടപ്പിലാക്കി അവളെ ചേർത്ത് പിടിച്ച് രക്ഷിക്കേണ്ടവനാണ്. അപ്പോൾ അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു കൊടുക്കാൻ പ്രാപ്തിയുള്ളവനായിരിക്കണം. രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഈ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ദുരിതത്തിൽ നിന്നുള്ള മോചനമാണ്. എന്ന് വെച്ചാൽ അവളുടെ എല്ലാ ദുരിതത്തിൽ നിന്നും അവളെ സംരക്ഷിക്കുന്നവനാണ്. രക്ഷിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ പുത്രൻ ചെയ്യേണ്ട കർമ്മം പറയുന്നു. പുത്രൻ ചെയ്യേണ്ടത് ഇവരുടെ വാർദ്ധക്യകാലത്താണ്. മാതാപിതാക്കളുടെ വാർദ്ധക്യകാലത്ത് അവരൊന്നും ആവശ്യപ്പെടാതെ അവരുടെ സന്തോഷത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്യുന്നവനാണ് പുത്രൻ എന്ന് പറയുന്നു. അപ്പൊ അവർക്ക് എല്ലാ തരത്തിലുള്ള രക്ഷ കൊടുക്കുമ്പോൾ പിന്നെ അവർക്ക് എന്തിനാണ് മറ്റ് ഒരു സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ആ വരിയിലൂടെ പറയുന്നത്. കുട്ടിയായിരിക്കുന്ന സമയത്ത് രക്ഷിതാവ്, അതുപോലെ തന്നെ ഭാര്യയായിരിക്കുന്ന സമയത്ത് ഭർത്താവ്, പ്രായമുള്ളപ്പോൾ മകൻ അല്ലെങ്കിൽ മകള്, അവർ സംരക്ഷിക്കുന്നു, രക്ഷിക്കുന്നു. രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഒരു ദുഃഖം വരുന്നു, ഒരു പ്രയാസം വരുമ്പോൾ അതിൽ നിന്ന് രക്ഷ കിട്ടുന്നത് രക്ഷയാണല്ലോ, സംരക്ഷണമാണല്ലോ. വിശപ്പ് മാത്രമല്ല, വസ്ത്രം മാത്രമല്ല, മാനസികമായ ദുഃഖത്തിൽ നിന്ന് പോലും അവളെ രക്ഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് വേറെ എന്തിനാണ് മറ്റൊരു സ്വാതന്ത്ര്യം? എല്ലാം അവൾക്ക് കിട്ടുമല്ലോ എന്നതാണ് അതിൻ്റെ പൊരുളെന്ന് പലർക്കും അറിയുന്നില്ല. അതുകൊണ്ട് അതിനെ തെറ്റായി ധരിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, തൊട്ട് മുകളിലുള്ള ശ്ലോകം നമ്മളിത് കേട്ടാൽ അല്ലെങ്കിൽ കണ്ടാൽ മനസ്സിലാകും. അതിൽ പറയുന്നത് എന്താണ്? അസ്വതന്ത്ര സ്ത്രീയ കാര്യ പുരുഷേർ സ്വയർ ദിവാനിശം വിഷയേഷു ച സജ്ജന്ത്യ സംസ്ഥാപ്യ ആത്മനോവശേ. ഇതിന്റെ അർത്ഥം ഈ പറയുന്ന മൂന്നാമത്തതാണ് ആദ്യം പറഞ്ഞത്. അതിന് തൊട്ട് മുകളിലെ രണ്ടാമത്തെ ശ്ലോകമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം എന്താ? പുരുഷന്മാർ എപ്പോഴും സ്ത്രീകളെ സ്വാധീനകളാക്കി വെക്കണം. എന്ന് വെച്ചാൽ ആ പുരുഷന്റെ അരികിലേക്ക് സ്ത്രീ എത്തണമെന്നുണ്ടെങ്കിൽ അവൻ എല്ലാവിധത്തിലുള്ള ഗുണങ്ങളും ഉള്ളവനായിരിക്കണം. സ്ത്രീകൾക്ക് പുരുഷനോടൊരു അടുപ്പം തോന്നണമെങ്കിൽ, കാരണം പുരുഷന്മാർ എപ്പോഴും സ്ത്രീകളെ സ്വാധീനകളാക്കി വെക്കണം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇവനോടൊരു സ്വാധീനം ഉണ്ടാകണം. അപ്പോൾ അതിനനുസരിച്ച് ഇവന്റെ സ്വഭാവം ഗുണമുള്ളതായിരിക്കണം. അവളെ സ്നേഹിക്കുകയും അവളെ പരിചരിക്കുകയും അവളെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് സ്ത്രീക്ക് പുരുഷനോടൊരു സ്വാധീനം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആക്കി വെക്കണമെന്ന് പറയുന്നത്. രൂപരസാദി വിഷയങ്ങളിലും അധികം ആസക്തകളായാലും സ്വന്തം അധീനതയിൽ നിയന്ത്രിച്ചു നിർത്തണം എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ അധീനതയിൽ നമ്മുടെ കഴിവ് ഉപയോഗിച്ച് അവളെ നമ്മുടെ ആ വരുതിക്കുള്ളിൽ നിർത്തണം. അല്ലാണ്ട് കരഫലം കൊണ്ടല്ല, സ്വഭാവ ഗുണം കൊണ്ട്, സ്വഭാവശുദ്ധി കൊണ്ട് അവൾക്ക് ഇവനോട് ആരാധനയുണ്ടാകണം. ആ വിധത്തിൽ ഇവൻ പെരുമാറണമെന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തെ പറയുന്നത്. എന്നതിന് ശേഷമാണ് പറയുന്നത് പിതാരക്ഷതി കൗമാരേ. കേട്ടോ, ശരിക്കും നിങ്ങൾ കേട്ടല്ലോ. സ്വാമി മനുസ്മൃതി 9-ാം അധ്യായത്തിലേക്ക് കയറി. 9-ാം അധ്യായം മാത്രമല്ല, വേറൊരു അധ്യായമൊക്കെ വായിക്കുന്നുള്ളൂ, നമുക്കത് പിന്നാലെ പിടിക്കാം. 9-ാം അധ്യായത്തിലേക്ക് കയറിയിട്ട് മനുസ്മൃതി സ്ത്രീകൾക്കുള്ള കാര്യങ്ങളെപ്പറ്റി അങ്ങ് പറയുകയാണ്. അല്ല സ്വാമി, മനുസ്മൃതിയിലുള്ള മറ്റ് ശ്ലോകങ്ങൾ വേണ്ടേ? വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങ് കളയുക. പിന്നെ ഞാൻ കുറച്ച് ശ്ലോകങ്ങൾ തരാം. സ്വാമി പറഞ്ഞത് ഇതാണ്. അതിന് ശേഷം ഉള്ളതിൽ എന്തൊക്കെയാണ് എന്നൂടെ നിങ്ങളൊന്ന് നോക്കണം. മനസ്സിലായോ? സ്വാമി തുടങ്ങി വെച്ച ഏതാണ്? പിതാരക്ഷതി കൗമാരെ ഭർത്താരക്ഷതി യൗവനെ. ആ ഇതാണ് തുടങ്ങിയത്. ശരിയാണല്ലോ? നിങ്ങളതെല്ലാം കേട്ടത്. അപ്പം അതിൻ്റെ കാര്യം സ്വാമി തന്നെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത മനുസ്മൃതി വിദ്യാരംഭം ടീമിൻ്റെയാണ്, അവരിറക്കിയിരിക്കുന്നതാണ്. ഈ മനുസ്മൃതി എൻ്റെ കയ്യിലുണ്ട്, മറ്റു മനുസ്മൃതികളുമുണ്ട്. എങ്കിലും ഇത് വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: സ്ത്രീയെ കൗമാരത്തിൽ വിവാഹം വരെ പിതാവ് രക്ഷിക്കുന്നു, യൗവനത്തിൽ ഭർത്താവ് രക്ഷിക്കുന്നു, വാർദ്ധക്യത്തിൽ ഭർത്താവില്ലെങ്കിൽ പുത്രന്മാർ രക്ഷിക്കുന്നു, ഭർത്താവും പുത്രന്മാരുമില്ലെങ്കിൽ പിതാവ് രക്ഷിക്കുന്നു. ഇതാണ് മനുസ്മൃതി അധ്യായം 9 ശ്ലോകം 3 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ത്രീയെ കൗമാരത്തിൽ വിവാഹം വരെ പിതാവ് രക്ഷിക്കുന്നു, ശരിയാണ്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇതേ സമ്പ്രദായം തന്നെയാണോ സ്വാമി ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ തന്നെയാണോ? ഇങ്ങനെ തന്നെയാണ് നടക്കുന്നുണ്ടെങ്കിൽ മനുസ്മൃതി സ്വാമി അംഗീകരിച്ചു എന്ന് പറയേണ്ടി വരും.
കാരണം മനുസ്മൃതി ഹിന്ദുക്കളുടെ നിയമമേ അല്ല എന്നാണ് സ്വാമി പുട്ടിന് വീരയിടുന്ന കണക്ക് പിടിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നിയമം ഇപ്പോൾ ഈ കേരളക്കരയിൽ സ്വാമിയുടെ വീട്ടിലും സ്വാമിയുടെ കുടുംബക്കാരുടെ ഇടയിലും ഇത് നടക്കുന്നുണ്ടെങ്കിൽ സ്വാമിയെപ്പോലുള്ളവർ മനുസ്മൃതി അംഗീകരിച്ചു എന്ന് വേണം പറയാൻ. ഇനി രണ്ടാമത്തെ ഇത് അദ്ദേഹം വായിച്ചു, ശരിയല്ലേ? മൂന്നാമത്തെ വായിച്ചതിന് ശേഷം 2, സാധാരണ നമ്മൾ 2, 3 ഒക്കെ ആയിട്ടാണ് തുടങ്ങുന്നത്. ഇത് 3-ന്ന് 2-ലേക്ക് പോയി, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടുത്തെ ഇത് പറയുന്നത്, സ്വന്തം കുടുംബത്തിലെ ഭർത്താവ് മുതലായ പുരുഷന്മാർ എപ്പോഴും സ്ത്രീകളെ സ്വാധീനകളാക്കി വെക്കണം, സ്വാതന്ത്ര്യം അനുവദിക്കരുത്. രൂപരസാദി വിഷയങ്ങളിലും അധികം ആസക്തകളായാൽ സ്വന്തം അധീനതയിൽ നിയന്ത്രിച്ചു നിർത്തണം. സ്വാമി കാണിച്ചതിലും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്, ശരിയാണല്ലോ? ഇതിൻ്റെ അകത്ത് പുരുഷന്മാർ എപ്പോഴും സ്ത്രീകളെ സ്വാധീനതകളാക്കി വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം അനുവദിക്കരുത്. സ്വാമി ചില കാര്യങ്ങളൊക്കെ വിശദീകരിച്ചായിരുന്നു. അപ്പോൾ ഇത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ മനുസ്മൃതി എന്ത് ചെയ്യാം, എഴുതാം എന്നുള്ളത് തന്നെയായിരിക്കും സ്വാമിയുടെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. അല്ല, സ്ത്രീകൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനുസ്മൃതിയിൽ ഘോരഘോരം ഉണ്ടെന്ന് സ്വാമി പറയുന്നുണ്ട്. അത് പിന്നീട് ഈ വീഡിയോ ഞാൻ പിന്നീട് ബാക്കിയുള്ള വിഷയങ്ങളോട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്വാമി തന്നെ ചോദിക്കുന്നുണ്ട്, ഇത്രയും നല്ല നിയമങ്ങളുള്ള സംഭവമല്ലേ എന്നൊക്കെ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്. സ്വാമിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ സംസാരിക്കുന്നത്. അല്ല സ്വാമി, ചില കാര്യങ്ങളിൽ നമുക്കൊന്ന് സംശയമുണ്ട്, നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഈ മനുസ്മൃതി അധ്യായം 9 ശ്ലോകം 8-ൻ്റെ അകത്തൊരു കാര്യം പറയുന്നുണ്ട്. പതി വീര്യരൂപത്തിൽ ഭാര്യയിൽ പ്രവേശിച്ച് ഗർഭമായി തീർന്ന് പുത്രനായി ജനിക്കുന്നു. അവളിൽ ഭർത്താവ് വീണ്ടും ജനിക്കുന്നത് കൊണ്ട് ഭാര്യ ജായയായി തീരുന്നു. അല്ല, ഈ സ്വാമി ഒരു സംശയമുണ്ട് കേട്ടോ. പതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവാണല്ലോ. ഭർത്താവ് വീര്യരൂപത്തിൽ ഭാര്യയിലേക്ക് പ്രവേശിക്കുന്നു. അത് പ്രവേശിച്ച് ഗർഭമായി തീർന്ന് പുത്രനായിട്ട് ജനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പുത്രനായിട്ട് ജനിക്കുന്നു, അവളിൽ ഭർത്താവ് വീണ്ടും ജനിക്കുന്നത് കൊണ്ട് ഭാര്യയായി തീരുന്നു. ഓക്കെ, ഭർത്താവ് വീണ്ടും ജനിക്കുകയാണ്. ആര്? ഇതാണ് ഈ സംശയം എന്ന് പറയുന്നത്. ഭർത്താവ് വീര്യരൂപത്തിൽ, ഇപ്പോൾ ഗോപാലൻ എന്ന് പറയുന്നയാൾ വീര്യരൂപത്തിൽ ഭാര്യയിൽ പ്രവേശിച്ച് ഗർഭമായി തീർന്ന് പുത്രനായിട്ട് ജനിച്ചു. ഓക്കെ, പുത്രനായിട്ട് ജനിച്ചേ കഴിഞ്ഞു. ഭർത്താവ് വീണ്ടും ജനിക്കുന്നതുകൊണ്ട് ഭാര്യയായി തീരുന്നു. ഓക്കെ, അല്ല ഈ പുത്രിയായിട്ട് ജനിച്ചാൽ എന്ത് ചെയ്യും? ഭർത്താവ് എന്ന് വെച്ചാൽ പതിയാണല്ലോ. പുത്രിയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ വീര്യരൂപത്തിൽ കയറിയ ഭർത്താവിൻ്റെ അത് എങ്ങനെയായി തീരും? ഇവിടെ പുത്രനായിട്ട് ജനിക്കുമ്പോഴാണല്ലോ പിന്നെയും ഭർത്താവ് വന്നത്. പക്ഷേ ഈ കയറി പുത്രിയായിട്ട് ജനിക്കുകയാണെങ്കിലോ? അവളിൽ ഭർത്താവ് വീണ്ടും ജനിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവളിൽ ഭർത്താവ് വീണ്ടും ജനിക്കുന്നല്ല, അമ്മ വീണ്ടും ജനിക്കുന്നു എന്നല്ല. അപ്പം അതുകൊണ്ടാണ് ഒരു സംശയം. സ്വാമിക്ക് കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അതുകൂടാതെ ഈ 9-ാം അധ്യായം തന്നെ നമ്മൾ 51-ലോട്ടൊക്കെ പോകുമ്പോഴത്തേനും അവിടെ ഈ സ്ത്രീകൾക്ക് പ്രത്യേക സമ്പ്രദായമൊക്കെയാണ്. നിങ്ങളിത് വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഞാനിത് വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളിത് വായിക്കുമ്പോഴും ഈ ശ്ലോകങ്ങളുമായിട്ട് മറ്റു ആൾക്കാർക്ക് വല്ല ബന്ധമുണ്ടെങ്കിൽ എൻ്റെ കുഴപ്പമല്ല, ഇവർ തമ്മിൽ എന്തൊക്കെയോ ഒരു സംഭവമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഞാനിത് ഈ ശ്ലോകങ്ങൾ വായിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് എവിടുന്ന് കിട്ടിയതാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് വല്ലവരും എടുത്തുകൊണ്ട് പോയതാണോ, അതോ അവിടുന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് എടുത്തതാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കേണ്ടി വരും. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതുപോലെ തന്നെ സ്ത്രീ ആകുന്ന ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥനല്ലാത്ത വൻ പരക്ഷേത്രത്തിൽ ബീജപാപം ചെയ്താൽ, എന്നുവെച്ചാൽ സന്താനോൽപാദനം ചെയ്താൽ ക്ഷേത്രിക്ക് സ്ത്രീയുടെ ഭർത്താവിന് തന്നെയാണ് പ്രയോജനം. ബീജി ഉൽപാദകൻ ഫലം പ്രാപിക്കുന്നില്ല. എന്ന് വെച്ചാൽ സ്ത്രീ ആകുന്ന ക്ഷേത്രത്തിൽ ഉടമസ്ഥനില്ലാത്ത വൻ പരക്ഷേത്രം എന്ന് വെച്ചാൽ സ്ത്രീ ക്ഷേത്രമാണ്. അപ്പം അവിടെ ഉടമസ്ഥനില്ല എന്നുണ്ടെങ്കിൽ അവിടെ ബീജപാപം ചെയ്താൽ, സന്തോൽപാദനം ചെയ്താൽ ഭർത്താവിന് തന്നെയാണ് പ്രയോജനം. കാരണം ഉൽപാദകൻ, സ്ത്രീയുടെ ഭർത്താവ് തന്നെയാണ് പ്രയോജനം. ബീജി എന്ന് വെച്ചാൽ ഉൽപാദകൻ ഫലം പ്രാപിക്കുന്നില്ല. അതിപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് ബീജ വിട്ടതാരാ? സ്വാമി ഇതൊക്കെ കൊണ്ടാണോ സ്വാമി ഇനി മനുസ്മൃതി തള്ളിയത്? ഈ ക്ഷേത്രത്തിലേക്ക് ബീജം വിടണമല്ലോ. അപ്പോൾ ഈ
ഉടമസ്ഥനില്ലാതെ നിൽക്കുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിലേക്ക് ബീജം ഇടാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം സമ്മതിക്കാതെ പറ്റത്തില്ലല്ലോ. അപ്പം അതിനെന്തൊക്കെയോ സമ്മതിക്കുന്ന ഇടപാടുകളൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിലൊന്ന് നോക്കണേ. തീർന്നില്ല, ഇനിയുണ്ട്. മനുസ്മൃതി തന്നെ അധ്യായം 9 ശ്ലോകം 52. ക്ഷേത്രിയും ബീജിയും വയലിൻ്റെയും വിത്തിൻ്റെയും ഉടമസ്ഥർ വിളവിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ വയലിൽ ഞാൻ വിത്ത് വിതച്ചാൽ വിളവ് നമുക്ക് തുല്യമായി എടുക്കാം എന്നോ മറ്റോ കരാറുണ്ടാക്കാതെ അന്യൻ്റെ വയലിൽ വിതച്ചാൽ വയലിൻ്റെ ഉടമസ്ഥനാണ് വിളവിൻ്റെ അവകാശമെന്ന് സ്പഷ്ടമാണ്. അതിനാൽ ബീജത്തേക്കാൾ ക്ഷേത്രത്തിന് തന്നെയാണ് പ്രാധാന്യം. പ്രത്യേകം കരാറില്ലാതിരുന്നാൽ സന്താനം ക്ഷേത്രയ്ക്ക് അവകാശപ്പെട്ടതായിരിക്കുമെന്ന് സാരം. ഈ ക്ഷേത്രി എന്ന് പറയുന്നത് ആരാ? ഭാര്യയെ പറ്റിയാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ വയലും വിത്തും നമ്മൾ പണ്ടൊക്കെ ഈ റേഡിയോയിലൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കാറുണ്ടായിരുന്നു, ശരിയല്ലേ? വയലും വീടും പരിപാടി എന്നൊക്കെ പറഞ്ഞതുപോലെ വയലിൻ്റെയും വിത്തിൻ്റെയും ഉടമസ്ഥർ അവർ തമ്മിൽ നിങ്ങളുടെ വിളത്തിൽ ഞാൻ വിത്ത് വിതച്ചാൽ വിളവ് നമുക്ക് തുല്യമായി എടുക്കാമെന്ന് ഒരു കരാർ ഉണ്ടാക്കാതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വയലിൻ്റെ ഉടമസ്ഥനാണ് വിളവിൻ്റെ അവകാശം. അതിവിടെ മനസ്സിലാക്കണം. ക്ഷേത്രി എന്ന് പറയുന്നത് ആരാ? മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ക്ഷേത്രി ആരാണെന്നുള്ളത്. അപ്പോൾ ആ ക്ഷേത്രി അത് ശരിക്കും സ്ത്രീ ആകുന്ന ക്ഷേത്രിയിൽ ഉടമസ്ഥനില്ലാത്ത സമയത്ത് വല്ല കരാറും ഒന്നും ഇല്ലാതെ ഈ വയലായിട്ടാണ് പിന്നെ ക്ഷേത്രിയെ കാണുന്നത്. അത് നോക്കിയേ, ക്ഷേത്രി എന്ന് പറയുന്നതിന് ബ്രാക്കറ്റ് വയൽ ബീജിയും വിത്തിൻ്റെ. അപ്പോൾ വയലായിരിക്കുന്ന ക്ഷേത്രിയിലേക്ക് വന്ന് കരാറുണ്ടാക്കാതെ അന്യൻ വയലിൽ വിതച്ചാൽ വയലിൻ്റെ ഉടമസ്ഥനാണ് വിളവിൻ്റെ അവകാശം എന്ന് സ്പഷ്ടമാണ്. അപ്പോൾ ഉടമസ്ഥൻ ആരാ? ഈ ക്ഷേത്രിയാണല്ലോ. അല്ല, ഈ കൃഷിയിടമാണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കൃഷിയിടം നിങ്ങൾ ഇതേപോലെ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അങ്ങ് ചിന്തിച്ചോണം. ഈ കൃഷിയിടം സംഭവം എന്താണ്, എങ്ങനെ വന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. വലിയ വ്യത്യാസമൊന്നും ഇല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ഇനി അടുത്തമുണ്ട്. അടുത്തതാണ് ശകലോണ രസം. അതും മനുസ്മൃതി അധ്യായം 9 ശ്ലോകം 53. പ്രത്യേക വ്യവസ്ഥ പ്രകാരം ഒരുവന്റെ വയൽ മറ്റൊരാൾക്ക് വിത്ത് വിതയ്ക്കാൻ കൊടുത്താൽ വിത്തിൻ്റെ ഉടമസ്ഥനും നിലത്തിൻ്റെ ഉടമസ്ഥനും വിളവിൻ്റെ തുല്യ അവകാശികളാകും. ഉഭയസമ്മതപ്രകാരം സ്ത്രീയിൽ സന്താനോൽപാദനം നടന്നാൽ ബീജിയും ക്ഷേത്രിയും സന്താനത്തിൻ്റെ കാര്യത്തിൽ തുല്യാവകാശികളാകും. ഞാൻ എഴുതി വച്ചിരിക്കുന്നതല്ല, മനുസ്മൃതി തന്നെയുള്ളതാണ്. പ്രത്യേക വ്യവസ്ഥ പ്രകാരം ഒരുവന്റെ വയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ? ഒരുവന്റെ ഭാര്യയല്ലേ? നേരത്തെ ശ്ലോകത്തിൽ കണ്ടു. ക്ഷേത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലിനോട് ഉപമിച്ചു. മറ്റൊരാൾക്ക് വിത്ത് വിതയ്ക്കാൻ കൊടുത്താൽ വിത്തിൻ്റെ ഉടമസ്ഥനും നിലത്തിൻ്റെ ഉടമസ്ഥനും വിളവിൻ്റെ തുല്യാവകാശികളാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കൊച്ചിന് തുല്യ അവകാശിയാവും. ഇനി ഉഭയസമ്മതപ്രകാരം സ്ത്രീയിൽ സന്താനോൽപാദനം നടന്നാൽ ബീജിയും ക്ഷേത്രിയും സന്താനത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യും? തുല്യമാണ്. അപ്പോൾ ബീജി ആരാ? അതെ, ഈ സമ്മതപ്രകാരം വിത്ത് വിതയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടല്ലോ, അവനാണ് ബീജി. അപ്പം ഇത് ക്ഷേത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ? ഈ കൊടുത്തവൻ്റെ ഭാര്യ. അപ്പം ഈ കാര്യത്തിൽ തുല്യ അവകാശികളാവും. നല്ല അടിപൊളി ആചാരമല്ല സ്വാമി ഈ കറുത്ത സാഹിബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കളി വർത്താനം പറയുമ്പോഴത്തേനും ആലോചിക്കണം ഇതൊക്കെ എടുത്തിട്ട് തിരിച്ചങ്ങോട്ട് വെക്കും എന്നുള്ളത്. മനസ്സിലായോ? അപ്പം ഇങ്ങനൊക്കെയാണോ സ്വാമി ഈ കറുത്ത സാഹിബന്മാർ വെളുത്ത സാഹിബായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്? ഒന്ന് പറയണേ. യേശുക്രിസ്തുവിനെ അറിഞ്ഞപ്പോഴത്തേനും ഉടനെ അവരെ കറുത്ത സാഹിബ് എന്ന് സ്വാമിക്ക് വിളിക്കാമെന്നുണ്ടെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ് സ്വാമി, ഈ വിത്ത് വ്യവസ്ഥ പ്രകാരം ഒരുത്തന് കൊടുത്തിട്ട് ഈ വെളുത്ത സാഹിബന്മാരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടിയത് എങ്ങനെയാ? ഇങ്ങനെ ചെയ്തതിൻ്റെ ആണോ? ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ ഈ ആക്ഷേപകാശം അടിക്കാൻ വരുമ്പോഴത്തേനും ആലോചിച്ചോണം. ഇനി ഭാര്യ വന്ധ്യയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനുമുണ്ട്. വേറൊന്നുമല്ല, അതെങ്ങനെയൊക്കെയാണ് ഈ പെണ്ണുങ്ങളെ ഒഴിവാക്കേണ്ടതെന്നുള്ളത് അതിൻ്റെ അകത്തും മനുസ്മൃതിയിലുണ്ട്. മനുസ്മൃതി അധ്യായം 9 ശ്ലോകം 81. ഭാര്യ വന്ധ്യയാണെങ്കിൽ 8 വർഷം കഴിഞ്ഞ് അതിവേദനം, ഭാര്യയുള്ളപ്പോൾ പുനർവിവാഹം ചെയ്യാം. ശിശുക്കളെല്ലാം മരിക്കുന്ന സ്ത്രീയെ 10-ാം വർഷത്തിലും പെണ്ണിനെ മാത്രം പ്രസവിക്കുന്നവളെ 11-ാം വർഷത്തിലും അപ്രിയം പറയുന്നവളെ കലഹശീലയെ ഉടനെയും അതിവേദനം ചെയ്യാം.
ഭാര്യ വന്ധ്യയാണെങ്കിൽ 8 വർഷം കഴിഞ്ഞ് അതിവേദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഉള്ളപ്പോൾ തന്നെ പുനർവിവാഹം ചെയ്യാന്ന്. ശിശുക്കളെല്ലാം മരിക്കുന്ന സ്ത്രീയെ 10-ാം വർഷത്തിലും പെണ്ണിനെ മാത്രം പ്രസവിക്കുന്നവളെ 11-ാം വർഷത്തിലും. അങ്ങനുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവിടെയാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാന്നും പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യക്രിസ്ത്യാനികളുടെ ഇടയിൽ വല്ലതും ഉപേക്ഷ നടത്തിയിട്ടുണ്ടോ? പെണ്ണിനെ മാത്രം പ്രസവിക്കുന്നവളെ ഒരു വല്ലാത്ത അവസ്ഥയോ, ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഓരോരുത്തർ കാത്തിരിക്കുന്നു. അപ്പോഴാണ് പെണ്ണിനെ മാത്രം പ്രസവിക്കുന്നവളെ 11-ാം വർഷത്തിലും. അപ്പം 11-ാം വർഷത്തിൽ പരമാവധി പെണ്ണുങ്ങളെ മാത്രം ഇത് കുഞ്ഞുണ്ടാവുമോ ആണുണ്ടാവുമോ എന്ന് നോക്കി അവസാന പരിശ്രമത്തിൽ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. അങ്ങനെയാണോ സ്വാമി? ഇനിയും തീർന്നില്ല. ഇനി വിവാഹം കഴിക്കുന്ന ഒരു പ്രായത്തെപ്പറ്റിയും പറയുന്നുണ്ട്. മനുസ്മൃതി അധ്യായം 9 ശ്ലോകം 94. 30 വയസ്സുള്ളവൻ 12 വയസ്സുള്ള മനോഹരിയായ കന്യകയെ വിവാഹം കഴിക്കണം. അഥവാ ഗൃഹസ്ഥ ധർമാനുഷ്ഠാനത്തിൽ പ്രയാസമുള്ളതിനാൽ തിടുക്കമാണെങ്കിൽ 24-കാരൻ 8 വയസ്സുകാരിയെ ഉദ്ദേശിക്കുക. നല്ല നിയമമല്ലേ സ്വാമി? ഈ മനുസ്മൃതിയൊക്കെ അങ്ങോട്ട് തള്ളിയതിൻ്റെ കാരണം എന്താ അറിയോ? ചിലപ്പോൾ ഈ 12-ാമത്തെ വയസ്സിലുള്ള കുട്ടിയെയും അല്ലെങ്കിൽ 8 വയസ്സുള്ളതിനെയൊക്കെ കിട്ടാത്തതുകൊണ്ടായിരിക്കാം. ശരിയല്ലേ? ഇവിടെ 6 വയസ്സും പ്രശ്നത്തിലാണ്, 5 വയസ്സും 8 മാസവും പ്രശ്നത്തിലാണ്, 9-ാമത്തെ വയസ്സും പ്രശ്നത്തിലായിട്ടിരിക്കുമ്പോഴത്തേനും അടുത്ത നിയമമായിട്ട് വന്നിരിക്കുന്നു. 30 വയസ്സുള്ളവൻ 12 വയസ്സുള്ള മനോഹരിയായ കന്യകയെ വിവാഹം കഴിക്കണം. ഇനിയും ഗ്രഹത്തിന് അനുഷ്ഠാനത്തിലും കാര്യത്തിലൊക്കെ പ്രയാസമുള്ളതിനാൽ തിടുക്കമാണെങ്കിൽ എന്ത് ചെയ്യണം? 24-കാരന് 8 വയസ്സുകാരിയെ. സ്വാമി, ഈ കറുത്ത സായിപ്പെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ആക്ഷേപിക്കുമ്പോൾ, നിങ്ങൾ ഈ മനുസ്മൃതി തള്ളിക്കളയാനുള്ള പ്രധാന കാരണം ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇനിയും വേദങ്ങളിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ തള്ളേണ്ടി വരുമല്ലോ. ഇന്ദ്രൻ്റെ സോമം കൂടിയും ബാക്കിയുള്ള കാര്യങ്ങളോടെല്ലാം വരുമ്പോഴത്തേനും. പക്ഷെ ഞങ്ങൾക്ക് അന്നും ഇന്നും പറയാനുള്ള എന്താ അറിയോ? ഞങ്ങൾ ബൈബിളിനെ തള്ളിയിട്ടല്ല, ബൈബിളിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യന് സ്വീകരിക്കാൻ പറ്റുന്ന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ മുഴുവനും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ തെരുവോരങ്ങളിലും എവിടെയും നിന്ന് പ്രസംഗിക്കുന്നത്. അനേക മനുഷ്യർ, അനേകരായിട്ടുള്ള ആൾക്കാർ അവരുടെ പഴയകാല വിശ്വാസങ്ങളെല്ലാം വിട്ട് അവർക്ക് സത്യദൈവത്തിലേക്ക് തിരിയുവാനുണ്ടായ കാരണം തന്നെ ബൈബിളിലുള്ള നിയമസംഹിതകളാണ്. അല്ലാതെ സ്വാമി പറഞ്ഞതുപോലെ ഈ ബ്രെഡും പാൽപ്പൊടി അതും പറഞ്ഞുകൊണ്ട് കുറേ പരാനഭോജികൾ സംസാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ബ്രെഡും അല്ലെങ്കിൽ ഗോതമ്പൊടിയും പാൽപ്പൊടിയും കണ്ടപ്പോഴത്തേനും മതം മാറിപ്പോയി. അതിപ്പോൾ ഒരു ഗോതമ്പൊടി, ഒരു കഷ്ണം, ഒരു പാക്കറ്റ് ഗോതമ്പൊടിക്കും ഒരു പാക്കറ്റ് പാൽപ്പൊടിക്കും ഒക്കെ ഉള്ളൂ നിങ്ങളുടെ മതത്തിൻ്റെ വിലയെന്ന് പറയുന്നത്. അതുകൊണ്ടൊന്നുമല്ല, ക്രിസ്തുവിലുള്ള നിത്യസമാധാനം അവർക്ക് ലഭിച്ചത് കൊണ്ടും അവർക്കത് മനസ്സിലായതുകൊണ്ട് അവർക്കത് അനുഭവം ഉള്ളത് കൊണ്ടാണ് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പലരും പുതുമനുഷ്യനായി തീർന്നത്. അതുകൂടെ സ്വാമി മനസ്സിലാക്കണം. സ്വാമിയോടും പറയാണ്, സ്വാമിക്ക് ഇന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല പരിപാടി മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. തൻ്റെ പാപങ്ങൾക്കായിട്ട്, എൻ്റെ പാപങ്ങൾക്കായിട്ട് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇനി എന്നെ ചേർക്കാൻ വരുമെന്നുള്ള ആ ദൃഢപ്രതിജ്ഞയുണ്ടല്ലോ, ആ ഒരു സ്നേഹത്തിൻ്റെ വാക്കുകളുണ്ടല്ലോ, അത് മതി സ്വാമിക്കും നിത്യജീവൻ അവകാശിയായി തീരുക. അതുകൊണ്ട് എന്നെ കേട്ടവരോട് പറയുകയാണ്, യേശു ക്രിസ്തു തന്നെയാണ് സത്യദൈവം, നിത്യജീവൻ, വഴിയും സത്യവും ജീവനും ക്രിസ്തു തന്നെയാണ്. ആ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ.